നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിന്റെ മരണസമയത്തും പുനരുദ്ധാന സമയത്തും നടന്ന അമാനുഷിക സംഭവങ്ങളെ കുറിച്ചാണ്. മിറക്കിൾസ് ദാറ്റ് ഹാപ്പൻ അറ്റ് ദ ടൈം ഓഫ് ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 50 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധനഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. സ്നേഹാനും പരിശുദ്ധമായ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവെ അങ്ങയുടെ മരണസമയത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും പുനരുദ്ധാന സംഭവങ്ങളെക്കുറിച്ചും കർത്താവെ ധ്യാനിപ്പാൻ തക്കോണമുള്ള കൃപ അവിടുന്ന് തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവടിയങ്ങളെ വഴി നടത്തണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ, ആമേൻ. ഈ സംഭവങ്ങൾ യേശുവിന്റെ കർത്തൃത്വത്തിന്റെ തെളിവാണ്. ക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനങ്ങളുള്ള ബന്ധത്തിൽ നടന്ന അമാനുഷ്യ സംഭവങ്ങൾ യേശു ദൈവപുത്രനാണ് എന്ന് ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ മരണസമയത്ത് ദേവാലയത്തിലെ തിരശ്ശീല മേൽഭാഗം മുതൽ താഴെ വരെ രണ്ടായി ചീന്തിപ്പോയി. മത്തായി സുവിശേഷം 27-ാം അധ്യായം 51-ാം വാക്യം. അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി എല്ലാ വിശ്വാസികൾക്കുമായിട്ട് തുറക്കപ്പെട്ടിരിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമുക്ക് ധൈര്യത്തോടെ പ്രവേശിക്കാമെന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. എബ്രായർ 4:16 നാം ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. രണ്ടാമതായി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം 52-ാം വാക്യം. സൂര്യൻ പ്രകാശം കൊടുക്കാതെയായി. ദേശത്തെല്ലാം 3 മണിക്കൂർ നേരം അന്ധകാരം വ്യാപിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-45 വാക്യങ്ങൾ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായിട്ട് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലെ അമാനുഷിക സംഭവങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. മത്തായി സുവിശേഷം 27-ാം അധ്യായം 52-51 വാക്യങ്ങൾ നാം വായിച്ചു കേട്ടല്ലോ. കർത്താവിന്റെ മടങ്ങിയ വരവിൽ നാം പ്രാപിക്കുവാൻ പോകുന്ന തേജസ്സേറിയ പുനരുത്ഥാനത്തിന്റെ പ്രതീകമാണ് ഇത്. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 51-ാം വാക്യത്തിലും 1 തെസ്സലോനിക്കർ 4:14-ലും 1 കൊരിന്ത്യർ 5-ാം അധ്യായം 50-52 വാക്യങ്ങളിലൊക്കെ നമുക്കിത് കാണാവുന്നതാണ്. യേശുവിന്റെ പുനരുത്ഥാന സമയത്ത് മറ്റൊരു വലിയ ഭൂകമ്പമുണ്ടായി എന്ന് മത്തായി സുവിശേഷം 28-ാം അധ്യായം 2-ാം ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലറയുടെ വായ്ക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റി അതിന്മേൽ ഇരുന്നു. കല്ലറയ്ക്ക് കാവൽ നിന്ന റോമൻ പടയാളികൾ സ്തംഭിച്ചുപോയി. മത്തായി സുവിശേഷം 28-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. കൂടാതെ കല്ലറയ്ക്കൽ വന്ന സ്ത്രീകളോട് യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റെന്നും വേഗത്തിൽ പോയി ഈ വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ ദൈവദൂതൻ കൽപ്പിച്ചു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ വസ്ത്രങ്ങളും ശീലകളും സമീപത്ത് തന്നെ വേറിട്ട് ഭംഗിയായി മടക്കി വെച്ചിരുന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 6-7 വാക്യങ്ങൾ. യേശുവിന്റെ ശരീരം വെച്ചിരുന്നിടത്ത് ശുഭ്രവസ്ത്രധാരികളായ 2 ദൂതന്മാരെ ശിഷ്യന്മാർ കണ്ടു. ഒരു ദൂതൻ യേശുവിന്റെ തലയ്ക്കലും മറ്റേ ദൂതൻ കാൽക്കലുമായി ഇരിക്കുകയായിരുന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 12-ാം വാക്യം. കല്ലറ ശൂന്യമായിരുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്നു. അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 6-7 വാക്യങ്ങൾ. യേശുവിന്റെ മരണസമയത്തും പുനരുദ്ധാന സമയത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നാം ഇപ്പോൾ കേട്ടു കഴിഞ്ഞു. ഇനിയും ഇതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ദൗത്യം എന്താണ് എന്ന് ചിന്തിക്കാം. അത് വിശുദ്ധ മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. ഗ്രേറ്റ് കമ്മീഷൻ, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് എന്നുള്ളതാണ്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു.
ഗ്രേറ്റ് കമ്മീഷൻ ഈസ് ദ ലാസ്റ്റ് കമാൻഡ്മെന്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. മർക്കോസിന്റെ സുവിശേഷം 13:10, മർക്കോസ് 16:15, ലൂക്കോസ് സുവിശേഷം 24:47, യോഹന്നാന്റെ സുവിശേഷം 20:21, അപ്പോസ്തല പ്രവൃത്തി 1:8 ഒക്കെ നമുക്കിത് ഈ ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ചുള്ള റെഫറൻസസ് നമുക്ക് കാണാവുന്നതാണ്. ഇനിയും ഇതിന്റെ ഗ്രേറ്റ് കമ്മീഷന്റെ കൺക്ലൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:14 നാം എങ്ങനെ വായിക്കുന്നു? രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായിട്ട് ഭൂലോകത്തിൽ ഒക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. അതുകൂടാതെ തന്നെ വെളിപ്പാട് പുസ്തകം 7:9 നാം എങ്ങനെ വായിക്കുന്നു? ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയും ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാണ്ട് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 7:14 നാം ഇങ്ങനെ വായിക്കുന്നു: സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വം ലഭിച്ചു. ഈ ഗ്രേറ്റ് കമ്മീഷൻ നമ്മളും പങ്കാളികളാകേണ്ടവരാണ്. എങ്ങനെയാണ് നമുക്ക് ഈ ഗ്രേറ്റ് കമ്മീഷനിൽ പങ്കാളികളാവാൻ സാധിക്കുന്നത്? പ്രാർത്ഥന കൊണ്ടും നമ്മുടെ സമ്പത്ത് ഷെയർ ചെയ്യുന്നതുകൊണ്ടും മിഷൻ ഫീൽഡുകൾ സന്ദർശിക്കുന്നതുകൊണ്ടും ഒക്കെ നമുക്ക് ഈ കർത്താവിന്റെ ഗ്രേറ്റ് കമ്മീഷനിൽ പങ്കാളികളാകാൻ സാധിക്കും. ഈ ഗ്രേറ്റ് കമ്മീഷനിൽ പങ്കാളികളാകാൻ വേണ്ടി കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതാണ്. ആയതാൽ ഈ ശുശ്രൂഷ നമ്മളിലൂടെ നിർവഹിക്കപ്പെടാൻ കാണാം. ദൈവം തന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളെ അവസാനിപ്പിക്കുന്നത്. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ. Bye.